എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10th കെമിസ്ട്രി ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററായ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഒരു ഭാഗം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കെമിക്കൽ റിയാക്ഷൻ ഏതൊക്കെയാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം, അതുപോലെ തന്നെ ഏതാണ് അഡീഷണൽ റിയാക്ഷൻ. അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ എല്ലാവരും കാണുക കേട്ടോ. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും ഒക്കെ നമ്മൾ ചെയ്തായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ള മൂന്നാമത്തെ കെമിക്കൽ റിയാക്ഷൻ ആണ് പോളിമറൈസേഷൻ. എന്താണ് ഈ പോളിമറൈസേഷൻ ഉദ്ദേശിച്ചാല് ആ വേർഡിൽ തന്നെയുണ്ട് പോളി, ഇല്ലെ? പോളി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പോളി എന്ന് വെച്ചാൽ നമുക്കറിയാം ഒന്നിൽ കൂടുതലുള്ളതിനാണ് നമ്മൾ പോളി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മെർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓരോരോ പാർട്ട് ഉണ്ടല്ലോ, ചെറിയ പാർട്ട് അല്ലെങ്കിൽ യൂണിറ്റിനെയൊക്കെയാണ് നമ്മൾ മെർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ചെറിയ ചെറിയ പാർട്ടുകൾ കൂടി ചേർന്നിട്ട് ഒരു വലിയൊരു കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിമറൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ചെറുത് ചേർന്നിട്ട് കൂടുതലായിട്ടുണ്ടാകുന്നു. അപ്പം അതിനെ നമ്മൾ എന്ത് പറയും? പോളിമറൈസേഷൻ എന്ന് പറയും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ചെറിയ ചെറിയ പാർട്ടിനെ നമ്മൾ വേറൊരു പേര് പറയും, മോണോമർ എന്ന് പറയും. മനസ്സിലായോ? നമ്മൾ ചെറിയ ചെറിയ പാർട്ടുകളല്ല, ചെറിയ ചെറിയ പാർട്ടിനെ നമ്മൾ പറയുന്നത് മോണോമർ എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? മോണോമർ. അപ്പൊ എന്താണ് പോളിമറൈസേഷൻ? പോളിമറൈസേഷൻ is a process by which simple molecules join together to form ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾസ്. മനസ്സിലായല്ലേ? അനേകം ലഘുവായ തന്മാത്രകൾ ഒന്നിച്ചു ചേർന്നിട്ട് സങ്കീർണമായിട്ടുള്ള കോംപ്ലക്സ് മോളിക്യൂൾസ്, അല്ലെ, സങ്കീർണമായിട്ടുള്ള തന്മാത്രകൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിമറൈസേഷൻ. അപ്പൊ ചെറിയ മോളിക്യൂൾസ് ഉണ്ടല്ലോ, ലഘു തന്മാത്രകൾ ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്ത് പറയും? മോണോമർ എന്ന് പറയും കേട്ടോ. ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾസിനെ നമ്മൾ എന്ത് പറയും? പോളിമേഴ്സ് എന്നാണ് പറയുന്നത്. പോളിമേഴ്സ് ആൻഡ് ദ പ്രോസസ് ഈസ് നോൺ ആസ് പോളിമറൈസേഷൻ. ക്ലിയർ ആയല്ലോ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ചെറിയൊരു മാല ഉണ്ടാക്കുന്ന, ഒരു മുത്തുമാല ഉണ്ടാക്കണമെങ്കിൽ നമുക്കറിയാം ചെറിയ ചെറിയ മുത്തുകൾ ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്താണ് വലിയൊരു മാലയായിട്ട് മാറുന്നത്. അപ്പൊ ഈ ചെറിയ മുത്തുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മോണോമർ ആണ്. ഈ ചെറിയ ഓരോ മുത്തുകളും മോണോമർ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഓരോരോ മുത്തുകൾ മോണോമറുകൾ കൂടി ചേർന്ന് നമുക്ക് എന്തായിട്ട് ഒരു വലിയ മാലയായിട്ട് മാറും. മനസ്സിലല്ലോ? അപ്പൊ അതിനെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? പോളിമേഴ്സ് പറഞ്ഞാല് പോളിമേഴ്സിൽ പോളി എന്ന് വെച്ചാൽ മെനി എന്നാണ് ഉദ്ദേശിക്കുന്നത്. മെർ എന്ന് വെച്ചാൽ യൂണിറ്റ് അല്ലെങ്കിൽ പാർട്ടാന്ന് പറഞ്ഞു. ക്ലിയർ ആയല്ലോ? ഇനി ഈ പോളിമറൈസേഷൻ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ, മെത്തേഡിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അഡീഷൻ പോളിമേഴ്സും കണ്ടൻസേഷൻ പോളിമേഴ്സും. അപ്പൊ എന്താണ് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാല്? ലഘുവായ തന്മാത്രകൾ കൂടിച്ചേർന്ന് കോംപ്ലക്സ് മോളിക്യൂൾ ഉണ്ടാകുന്നതിനെ പോളിമറൈസേഷൻ എന്ന് പറയും. അതുപോലെ ലഘു തന്മാത്രകളെ നമ്മൾ എന്ത് പറയും? മോണോമേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പോളിമറൈസേഷൻ രീതിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അഡീഷൻ പോളിമേഴ്സും അതുപോലെ തന്നെ എന്താണ് കണ്ടൻസേഷൻ പോളിമേഴ്സും ക്ലാസിഫൈ ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ആദ്യമേ പഠിക്കാനുള്ളതാണ് അഡീഷൻ പോളിമേഴ്സ്. പോളിമറൈസേഷൻ നമ്മൾ ആദ്യമേ പഠിക്കുന്നതാണ് അഡീഷൻ പോളിമേഴ്സ് എന്ന് പറയും. ഈ അഡീഷൻ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ആഡ് ചെയ്യുക. പേരിൽ തന്നെയാണ് അഡീഷൻ എന്ന് വെച്ചാൽ ആഡ് ചെയ്യുക, കൂടി ചേർന്നിട്ട് റിപ്പീറ്റഡ് ആയിട്ട് അഡീഷൻ എന്ന് പറയാം. കൂടി ചേർന്നിട്ട് എന്താണ് ഒരു വലിയൊരു തന്മാത്ര ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ അഡീഷൻ പോളിമേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മോണോമറുകൾ ഉണ്ടല്ലോ, ചെറിയ ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ മുത്തുകൾ എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ എന്താണ് ഈ ചെറിയ മോണോമർ. അപ്പൊ അതിങ്ങനെ കൂടി ചേർന്നിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കൂടി ചേരുക. മനസ്സിലായല്ലോ? അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡീഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈഥീൻ മോളിക്യൂൾസിന്റെ കേട്ടോ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതാ നോക്കുക. എന്താണ്? ഈഥീൻ മോളിക്യൂൾ ആണ് കേട്ടോ. ഈഥീൻ കേട്ടോ, ഈഥീൻ ആണ് ഡബിൾ ബോണ്ട്. ഈഥീൻ മോളിക്യൂൾ അത് CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുമ്പോൾ ഈഥീൻ ആണ്. ഈ N ഇവിടെ ഇട്ടിരിക്കുന്നുണ്ട്. N എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ഈഥീൻ നമ്പർ. N എന്ന് വെച്ചാൽ നമ്പറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് നമ്പർ ഈഥീൻ അവിടെ കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? വേറൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് അവിടെ അല്ലെങ്കിൽ തന്മാത്ര അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഈഥീൻ തന്മാത്രകൾ ഇവിടെ ഒരുപാടെണ്ണം കൂടി ചേരുന്നു. അതുകൊണ്ട് ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും ആയിരിക്കും കേട്ടോ. ഹൈ പ്രഷറിലും അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറിലും കേട്ടോ. ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും അവിടെ ഒരു കാറ്റലിസ്റ്റും കാണും കേട്ടോ. ഒരു കാറ്റലിസ്റ്റ്, അതായത് ഉൽപ്രേരകം കേട്ടോ. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപ്രേരകം കേട്ടോ. ഒരു ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ കേട്ടോ, ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും ഒരു ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ ഈഥീൻ ഇവിടെ കമ്പൈൻ ചെയ്യുന്നത്. ഒരുപാട് ഈഥീൻ അവിടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്കൊരു പുതിയൊരു കോമ്പൗണ്ട്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പുതിയ കോമ്പൗണ്ട് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഈഥീൻ കമ്പൈൻ ചെയ്തിട്ടുണ്ടായ ഒരു കോമ്പൗണ്ട് ആണ് പോളി ഈഥീൻ എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു പേരാണ് പോളിത്തീൻ. പോളിഈഥീൻ നമ്മൾ പോളിത്തീൻ എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് ഈഥീന് കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ടുണ്ടാകുന്നുണ്ട്? പോളി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാടെണ്ണം. പോളി ഈഥീൻ ഒരുപാടെണ്ണമാണ് ഈഥീൻ ഉണ്ടാകുന്നത്, അതായത് പോളിത്തീൻ.
അത് എഴുതുന്ന മെത്തേഡാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ, കണ്ടില്ല, അത് എഴുതുന്നത് ഇങ്ങനെയാണ്. അപ്പം CH2 ഡബിൾ ബോണ്ട് CH2 ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഈഥീൻ ഇല്ലേ. അപ്പൊ ഒരുപാട് നമ്പർ ഓഫ് ഈഥീന് കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്, പോളി ഈഥീൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഇത് എഴുതുക, CH2 കേട്ടോ, CH2 ഇവിടെ ഡബിൾ ബോണ്ട് ആണ്, ഇവിടെ വരുമ്പോൾ അത് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. പോളിഈഥീൻ അല്ലെങ്കിൽ പോളിത്തീൻ നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ CH2 ഡബിൾ ബോണ്ട് CH2. എന്നിട്ട് ഇവിടെ ഓരോരോ നമ്മൾ ബോണ്ട് കൊടുക്കുക, ആ ബോണ്ടിൽ കൂടെ നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക, എന്നിട്ട് ഇവിടെ N എഴുതുക. ഇതാണ് പോളിഈഥീൻ അല്ലെങ്കിൽ പോളിത്തീൻ എന്ന് പറയുന്നത്. പോളിഈഥീൻ അല്ലെങ്കിൽ പോളിത്തീൻ ഇങ്ങനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് N റെപ്രസെന്റ് ചെയ്താൽ എന്താണ്, അഡീഷൻ പോളിമേഴ്സ് ആണ്. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ചെറിയ ചെറിയ എന്താണ് മോണോമറുകൾ കൂടി ചേർന്നിട്ട് എന്താണ് ഒരു ലാർജ് കോമ്പൗണ്ട് അവിടെ ഉണ്ടായിരിക്കുകയാണ്. അതായത് പോളിമറൈസേഷൻ ആണ് ഇവിടെ നടക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. വാട്ട് ഈസ് എ മോണോമർ? ഇവിടുത്തെ മോണോമർ ഏതാണ്? CH2 ഇല്ലേ, CH2 ഡബിൾ ബോണ്ട് CH2, അതേതാണ്, ഈഥീൻ ആണ് ഇല്ലേ. ഇവിടുത്തെ മോണോമർ ഏതാണ്? ഈഥീൻ ആണ്. വാട്ട് ഈസ് എ പോളിമർ? ഇവിടുത്തെ പോളിമർ ഏതാണ് കിട്ടിയത്? പോളി ഇല്ലേ, പോളി ഈഥീൻ. പോളി എന്ന് എഴുതുക, ദെൻ ഈഥീൻ. ഈഥീൻ ആണ്, അതിന്റെ അടുത്ത് പോളി ചേർക്കുക, അപ്പൊ എന്തായിട്ട് മാറി? പോളിമർ ആയിട്ട് മാറി. മനസ്സിലാവുന്നല്ലോ, പോളിമർ ആയിട്ട് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, പോളിത്തീൻ എന്ന് പറയാം കേട്ടോ. അതിനെ നമ്മൾ അറിയപ്പെടുന്നത് പോളിത്തീൻ എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തൊരു മോണോമർ ആണ്, അതായത് വിനൈൽ ക്ലോറൈഡ്. കണ്ടോ, വിനൈൽ ക്ലോറൈഡ് CH2 ഡബിൾ ബോണ്ട് CHCl. ഇതാണ് വിനൈൽ ക്ലോറൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വിനൈൽ ക്ലോറൈഡ് ഇതുപോലെ തന്നെ ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ അതെന്തായിട്ട് മാറുന്നുണ്ട്, ഒരുപാട്. ഇത് വിനൈൽ ക്ലോറൈഡ് ഒരെണ്ണമാണ്, അതിങ്ങനെ N നമ്പർ ഓഫ് ഒരുപാട് എണ്ണം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നുണ്ട്, പുതിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പോളിമർ ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് എന്ത് പറയാ, ഇപ്പൊ വിനൈൽ ക്ലോറൈഡ് ഇതല്ലേ ഇവിടെ ഉണ്ടായത്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? പോളി വിനൈൽ ക്ലോറൈഡ് ആയിരിക്കും. പോളി വിനൈൽ ക്ലോറൈഡ്. പോളി അങ്ങ് ചേർത്ത് വെച്ചാൽ മതി കേട്ടോ. പോളിമർ ഉണ്ടാകുന്നെങ്കിൽ ഏതാണ് മോണോമർ, അതിന്റെ കൂടെ പോളി ചേർത്ത് വെച്ചാൽ മതി. പോളി വിനൈൽ ക്ലോറൈഡ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ എങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും? അതേ നോക്കുക, CH2 ഡബിൾ ബോണ്ട് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? CH2 സിംഗിൾ ബോണ്ട് CH അല്ലെ. ഇവിടെ എന്താണ്, ക്ലോറിൻ ഉണ്ട്. പിന്നെ എന്ത് ചെയ്യണം? ഇവിടെ ഓരോ ബോണ്ട് കൊടുക്കുക, ദെൻ ആ ബോണ്ടിൽ കൂടെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക, ദെൻ N എഴുതുക കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. ഇതെന്താണ്, പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. ഇതിനെ നമ്മൾ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, അതായത് PVC. നിങ്ങൾക്ക് അറിയാലോ, PVC പൈപ്പ് നമുക്ക് കേട്ടില്ലേ, അതാണ് ഈ പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് വിനൈൽ ക്ലോറൈഡ്, ഒരുപാട് വിനൈൽ ക്ലോറൈഡ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്നതാണ് പോളി വിനൈൽ ക്ലോറൈഡ്, PVC. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു വാക്കാണല്ലേ PVC എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇവിടെ നോക്കിയേ, പോളി വിനൈൽ ക്ലോറൈഡ് ഈസ് എ പോളിമർ ആണ് കേട്ടോ. അതൊരു പോളിമർ ആണ്. യൂസ്ഡ് ഫോർ എന്തിനും ഉപയോഗിക്കുന്നുണ്ട്? മാനുഫാക്ചർ ഓഫ് പ്ലാസ്റ്റിക് പൈപ്പ് അല്ലെ. പ്ലാസ്റ്റിക് പൈപ്പിലൊക്കെ ഉണ്ടാക്കുന്നത് ഏതാണ്? PVC ആണല്ലേ. അവിടുത്തെ മോണോമർ ഏതാണ്? വിനൈൽ ക്ലോറൈഡ് ആണ്. അപ്പം വിനൈൽ ക്ലോറൈഡ് കമ്പൈൻ ചെയ്തിട്ട് ഒരുപാട് എണ്ണം കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? പോളിമർ ആവുന്നുണ്ട്. അതായത് പോളി വിനൈൽ ക്ലോറൈഡ് അഥവാ PVC. ഓക്കെ ആണല്ലോ. ഇനി ഒരു കോമ്പൗണ്ടും കൂടെ ഉണ്ട്, അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ടെഫ്ലോൺ എന്ന് കേട്ടിട്ടുണ്ടോ? നമുക്കറിയാം കിച്ചണിലൊക്കെ നമ്മുടെ നോൺ സ്റ്റിക് പാത്രങ്ങളൊക്കെ ഉപയോഗിക്കില്ല, അതിന്റെ മുകളിൽ ഒരു കോട്ടിങ് കൊടുക്കും. ആ കോട്ടിങ്ങിനെ പറയുന്ന പേരാണ് ടെഫ്ലോൺ എന്നാണ് പറയുന്നത്. ആക്ച്വലി അതെന്ന് പറഞ്ഞിരിക്കുന്നത് ടെട്രാ ഫ്ലൂറോ ഈഥീൻ കേട്ടോ. ടെട്രാ ഫ്ലൂറോ ഈഥീൻ അതാണ് ഇവിടുത്തെ മോണോമർ എന്ന് പറഞ്ഞിരുന്നത്. ടെട്രാ ഫ്ലോറോ ഈഥീൻ ചെയ്യുന്നു ഒരുപാട് എണ്ണം, N നമ്പർ ഓഫ് ടെട്രാ ഫ്ലൂറോ ഈഥേൻ ആവുമ്പോൾ അത് എന്തായിട്ട് മാറും? പോളി, നമുക്കറിയാം പോളി ചേർത്ത് വെച്ചാൽ മതി, പോളി ടെട്രാ ഫ്ലൂറീഥീൻ ആയിട്ട് മാറും. അത് അറിയപ്പെടുന്ന ഏതാണ്? ടെഫ്ലോൺ എന്നാണ് അറിയപ്പെടുന്നത്. ടെഫ്ലോൺ കോട്ടിംഗ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ടെഫ്ലോൺ കോട്ടിംഗ്. ക്ലിയർ ആയല്ലോ. അപ്പോ അത് ഓർത്തിരിക്കുക കേട്ടോ. പോളി ടെട്രാ ഫ്ലൂറോ ഈഥീൻ. ടെഫ്ലോൺ ഇസ് എ പോളിമർ ആണ്. അതായത് ടെഫ്ലോൺ എന്ന് വെച്ചാൽ ഒരു പോളിമർ ആണ്. അതെങ്ങനെയാണ് മാനുഫാക്ചർ ഫ്രം? എവിടുന്നാണ്? ടെട്രാ ഫ്ലൂറോ ഈഥീൻ അല്ലെ. ടെട്രാ ഫ്ലൂറോ ഈഥീനിൽ നിന്ന് നിർമ്മിക്കുന്ന പോളിമർ ആണ് എന്തെന്ന് പറഞ്ഞാൽ ടെഫ്ലോൺ അല്ലെങ്കിൽ പോളി ടെട്രാ ഫ്ലൂറോ ഈഥീൻ പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? യൂസ്ഡ് ടു കോട്ട് ദ ഇന്നർ സർഫസ് ഓഫ് നോൺ സ്റ്റിക് കുക്ക്വെയർ. ചോദിക്കാം കേട്ടോ, ടെഫ്ലോൺ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇതൊക്കെ 1 മാർക്കിന്റെ അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ടെഫ്ലോൺ എവിടെയാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു കോട്ട് ദ ഇന്നർ സർഫസ് ഓഫ് നോൺ സ്റ്റിക് കുക്ക്വെയർ. നോൺ സ്റ്റിക് കുക്ക്വെയറിന്റെ ഒക്കെ ഇന്നർ സർഫസിൽ കോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ടെഫ്ലോൺ. ക്ലിയർ ആയല്ലോ. ടെഫ്ലോൺ ഈസ് എ പോളിമർ ആണ് ദാറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. നമുക്കറിയാം പാത്രങ്ങളൊക്കെ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്നത്. അപ്പൊ ഹൈ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പോളിമർ ആണ് ടെഫ്ലോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്.
അതായത് ഉയർന്ന താപനില താങ്ങാൻ കഴിയുന്ന ഒരു പോളിമർ ആണ് ടെഫ്ലോൺ. അപ്പൊ ഇത് മൂന്നെണ്ണാണ് അഡീഷൻ പോളിമേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് പഠിച്ചത്? പോളി ഈഥീൻ അല്ലെ, ഈഥൈൻ കമ്പൈൻ ചെയ്തിട്ട് പോളി ഈഥീൻ ആവുന്നുണ്ട്. പിന്നെ അടുത്ത ഏതാണ് പറഞ്ഞത്? പോളിഈഥീൻ അല്ലെങ്കിൽ പോളിത്തീൻ എന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? പോളി വിനൈൽ ക്ലോറൈഡ് അല്ലെ, പോളി വിനൈൽ ക്ലോറൈഡ് അല്ലെ, പോളി വിനൈൽ ക്ലോറൈഡ്, പോളി വിനൈൽ ക്ലോറൈഡ് ഉണ്ട്. പിന്നെന്താണ്? പോളി ടെട്രാഫ്ലൂറോ ഈഥേൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ടെഫ്ലോൺ എന്ന് പറയാം. അപ്പൊ ഇത് മൂന്നെണ്ണം നിങ്ങൾ ഓർത്തിരിക്കുക. ഇതെന്താണ്? പോളിമർ ആണ്. ഇത് മൂന്നെണ്ണം ഏതാണ്? പോളിമർ ആണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അഡീഷൻ പോളിമറിൽ വരുന്ന ഏതൊക്കെയാണുള്ളത്? ഓർത്തിരിക്കുക. പോളിത്തീൻ, ഈഥീൻ. അതെങ്ങനെ ഉണ്ടാവുന്നു? ഈഥീൻ കേട്ടോ, അതാണ് ഓർക്കണ്ട കേട്ടോ. കണ്ടില്ലേ? ഈഥീൻ കമ്പൈൻ ചെയ്തിട്ട് പോളി ഈഥൈൻ, പിന്നെ വിനൈൽ ക്ലോറൈഡ് കമ്പൈൻ ചെയ്തിട്ട് പോളി വിനൈൽ ക്ലോറൈഡ്, പിന്നെ എന്താണ്? ടെട്രാഫ്ലൂറോ ഈഥൈൻ, അതെന്താണ്? ടെഫ്ലോൺ അല്ലെങ്കിൽ പോളി ടെട്രാഫ്ലൂറോ ഈഥൈൻ ടെഫ്ലോൺ. അതാണ് എന്ത് പറയാം? ദാറ്റ് ഈസ് അഡീഷൻ പോളിമേഴ്സ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതി കേട്ടോ. അഡീഷൻ പോളിമേഴ്സിൽ ഏതൊക്കെ പേര് വരാം? ഇത് മൂന്നെണ്ണാണ് വരുന്നത്. അതിന്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കുക, പഠിക്കുക. മനസ്സിലായല്ലോ? അത് എവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, ടെഫ്ലോൺ എക്സെട്രാ അഡീഷൻ പോളിമേഴ്സ് കേട്ടോ. അഡീഷൻ പോളിമേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? പോളിത്തീന്, പോളിവിനൈൽ ക്ലോറൈഡ് ആൻഡ് ടെഫ്ലോൺ. ക്ലിയർ ആയല്ലോ? ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മോണോമറും പോളിമറും അതിന്റെ യൂസസുകളൊക്കെ. നമ്മൾ വിനൈൽ ക്ലോറൈഡ് ഇപ്പൊ കണ്ടു, PVC ആണെന്ന് കണ്ടു. PVC എന്തിനു ഉപയോഗിക്കുന്നു? മാനുഫാക്ചർ ഓഫ് പൈപ്പ്, പ്ലാസ്റ്റിക് ഫർണിച്ചർ, കോട്ടിംഗ് ഓഫ് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് കേട്ടോ. അതായത് ഈ വൈദ്യുതജാലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ആവരണങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ PVC ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ പഠിക്കണം കേട്ടോ. ഓരോന്നും ഏതാണ് പോളിമർ, അതിന്റെ മോണോമർ ഏതാണ്, അതിന്റെ യൂസസ് ഉണ്ട്. ഇതൊക്കെ 1 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കും കേട്ടോ. ഇനി അടുത്തൊരു പോളിമർ ആണ് പോളിത്തീൻ. നമ്മൾ കണ്ടു ഈഥീനാന്ന് പറഞ്ഞു. എവിടെ ഉപയോഗിക്കുന്നുണ്ട്? ടാർപോളിൻ ഷീറ്റ് ഒക്കെ ഇല്ലേ? പോളിത്തീൻ ഷീറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ടാർപോളിൻ ഷീറ്റ് ഒക്കെ ഉണ്ടല്ലോ. ടാർപോളിൻ ഷീറ്റ്, ക്യാരി ബാഗ്, പോളിത്തീൻ ബാഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? പോളിത്തീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മോണോമർ ആണ് ഈഥീൻ. ക്ലിയർ ആയല്ലോ? പിന്നെ നമ്മൾ പഠിച്ചത് അതാണ് ടെട്രാഫ്ലൂറോ ഈഥൈൻ, ടെഫ്ലോൺ. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലെ, കോട്ടിംഗ് വിത്ത് ദ ഇന്നർ സർഫസ് ഓഫ് നോൺ സ്റ്റിക് കുക്ക്വെയർ. അപ്പൊ ഇത് മൂന്നെണ്ണം ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. നമ്മൾ പഠിക്കാത്തുള്ളത് ഐസോപ്രീൻ എന്ന് പറയും കേട്ടോ. ഐസോപ്രീൻ, ഐസോപ്രീൻ എനിക്ക് തോന്നുന്നത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം ഐസോപ്രീനെ കുറിച്ച് കേട്ടോ. ഐസോപ്രീൻ എന്ന് വെച്ചാൽ അത് മോണോമർ ആണ്. അങ്ങനെ കൂടിച്ചേരുമ്പോൾ എന്തായിട്ട് മാറും? പോളിമർ ആയിട്ട് മാറും. ആ പോളിമർ ആണ് നാച്ചുറൽ റബ്ബർ എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതിദത്ത റബ്ബർ, ടയറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല, അതാണ് ഐസോപ്രീൻ. അതും പഠിക്കുക കേട്ടോ. പിന്നെ ഒരെണ്ണമാണ് വിനൈൽ സയനൈഡ് എന്ന് പറയും. വിനൈൽ സയനൈഡ് അല്ലെങ്കിൽ അക്രിലോ നൈട്രൈൽ എന്ന് പറയും കേട്ടോ. അത് നിങ്ങൾ പഠിച്ചിട്ടില്ല. വിനൈൽ സയനൈഡ് അല്ലെങ്കിൽ അക്രിലോ നൈട്രൈൽ എന്ന് പറയും കേട്ടോ. അതിന്റെ പോളിമർ ആണ് ഓർലോൺ. അത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? സിന്തറ്റിക് ഫൈബേഴ്സ്, കൃത്രിമ നാരുകളൊക്കെ ഇല്ലേ, പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ പോലെയുള്ള ചെറിയ കൃത്രിമ നാരുകളൊക്കെ ഇല്ലേ, അപ്പം അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? അക്രിലോ നൈട്രൈൽ ആണ്, അല്ലെങ്കിൽ വിനൈൽ സയനൈഡ് എന്ന് പറയും. അതിന്റെ പോളിമർ ആണ് ഓർലോൺ. അപ്പൊ ഈ വിനൈൽ സയനൈഡ് കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? ഓർലോൺ ആയിട്ട് മാറുന്നുണ്ട്. ആ ഓർലോൺ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? മാനുഫാക്ചർ ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ്. പഠിക്കാമല്ലോ? നമ്മൾ ഇതൊക്കെ പോയിന്റുകളായിട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. അപ്പം മനസ്സിലായല്ലോ? പോളിമേഴ്സ് ആണ്. ആ പോളിമറിലെ ആദ്യത്തെ നമ്മൾ കണ്ടു അഡീഷൻ പോളിമേഴ്സ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെയാണ് ഇത്. ഇനി അടുത്ത രണ്ടാമത്തെ പോളിമർ ആണ് നമുക്ക് പഠിക്കാനുള്ളത് കണ്ടൻസേഷൻ പോളിമർ. കണ്ടൻസേഷൻ പോളിമർ. അപ്പം അതിൽ നമുക്ക് പഠിക്കാനുള്ളത് നൈലോൺ 66 ആണ് കേട്ടോ. നൈലോൺ 66 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടൻസേഷൻ പോളിമർ ആണ്. നൈലോൺ 66 ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. എവിടെയാണ് ഉപയോഗിക്കുന്നത് അറിയോ? നൈലോൺ 66 ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഡ്രസ്സൊക്കെ ഉണ്ട്, അതുപോലെ ചീപ്പ് ഒക്കെ ഉണ്ടല്ലോ, ചീപ്പ്, ബ്രഷിന്റെ നാരൊക്കെ ഇല്ലേ, ബ്രഷിന്റെ നാര്, അതിലൊക്കെ ഉപയോഗിക്കുന്ന ഏതാണ്? നൈലോൺ 66 ആണ്. അപ്പൊ അതെങ്ങനെയാണ് കിട്ടുന്നത്? നൈലോൺ 66 കിട്ടുന്നത് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വഴിയാണ് കേട്ടോ. അപ്പൊ എന്താണ് ഈ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ? നമുക്ക് നോക്കാം. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഒരു എക്സാമ്പിൾ പറയാം, അപ്പൊ നമുക്ക് ഡെഫിനിഷനിലേക്ക് പോകാം കേട്ടോ. അപ്പൊ നൈലോൺ 66 ഉണ്ടാക്കുന്നത് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വഴിയാന്ന് പറഞ്ഞു. നൈലോൺ 66 എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? നമ്മൾ ബ്രഷിന്റെ നാര്, അതുപോലെ തന്നെ ചീപ്പ് കേട്ടോ, അതൊക്കെ ഉപയോഗിക്കുന്നത് നൈലോൺ 66 ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അതെങ്ങനെയാണ് നൈലോൺ 66 ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതായത് 2 കോമ്പൗണ്ട്, അതായത് അഡിപ്പിക് ആസിഡ് കേട്ടോ, അഡിപ്പിക് ആസിഡും അതുപോലെ തന്നെ വേറൊരെണ്ണം ഉണ്ട് ഹെക്സാമെഥിലീൻ ഡൈയമീൻ എന്ന് പറയും കേട്ടോ. ഹെക്സാമെഥിലീൻ
ഡൈയമീൻ. കണ്ടോ, ഹെക്സാ മെഥിലീൻ ഡൈയമീൻ എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് കോമ്പൗണ്ടുകൾ ജോയിൻ ചെയ്യും. അത് ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലും ആണ് കേട്ടോ, ഓർക്കോട്ടോ. ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലും അഡിപ്പിക് ആസിഡ്, ഇതാണ് അഡിപ്പിക് ആസിഡ് കേട്ടോ. അതിന്റെ ഫോർമുല ഉണ്ടല്ലോ, HCOH സിംഗിൾ ബോണ്ട് CH2 COH, ഇതാണ് അഡിപ്പിക് ആസിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതും അതുപോലെ തന്നെ ഹെക്സാമെഥിലീൻ ഡൈയമീൻ എന്നും പറയും കേട്ടോ. ഇതാണ് ഹെക്സാമെഥിലീൻ ഡൈയമീൻ. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യും. അതിൽ ഒരുപാടെണ്ണം നമ്പർ ഓഫ് അഡിപ്പിക് ആസിഡും നമ്പർ ഓഫ് ഹെക്സാമെഥിലീൻ ഡൈയമീനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അവിടുത്തെ കുറച്ച് കോമ്പൗണ്ടുകളൊക്കെ എന്താണ് നീക്കം ചെയ്യും കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ള ഇതൊരു മോണോമറാണ്, ഇതൊരു മോണോമറാണ്. അത് സംയോജിച്ചിട്ട് അവിടെയുള്ള ചെറിയ തന്മാത്രകളൊക്കെ അത് നീക്കം ചെയ്തിട്ട് വേറൊരു വലിയ തന്മാത്രയായിട്ട് മാറും, അല്ലെങ്കിൽ വേറൊരു സംയുക്തമായിട്ട് മാറും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അഡിപ്പിക് ആസിഡാണ് ഹെക്സാമെഥിലീൻ ഡൈയമീൻ. അവിടുത്തെ കുറെ തന്മാത്രകൾ പോയി എന്നിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്, ഇതാ നോക്കിയേ, നൈലോൺ 6,6ന്റെ ഫോർമുല ഉണ്ടോ, CO ഇവിടുന്ന് ഈ HO ഇവിടുന്ന് പോയി, then CO, then CH2 ഉണ്ട്, പിന്നെ CO ഇവിടുത്തെ OH പോയി കളഞ്ഞു, പിന്നെ NH2 ആണ്, അവിടെ NH വന്നു, then CH2 6 ആണ്, അത് ഓക്കെ, then NH2 ഇവിടുത്തെ ഹൈഡ്രജനും, അത് എല്ലാം കൂടെ മാറിയിട്ട് അപ്പൊ ഇത്രയുമായിട്ടൊരു കോമ്പൗണ്ട് ആയി. അപ്പൊ ഈ ഒരു കോമ്പൗണ്ട് ആണ് നൈലോൺ 66 എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ വാട്ടർ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയാം. അതായത് മോണോമറുകൾ, ക്ലിയർ ആയല്ലേ, വ്യത്യസ്തമായിട്ടുള്ള മോണോമർ മനസ്സിലാക്കട്ടോ. വ്യത്യസ്തമായിട്ടുള്ള ഒരേപോലത്തെ അല്ല. മറ്റേ നമ്മൾ കണ്ടെന്ന ഒരു മോണോമർ തന്നെ കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അഡീഷന്റെ അകത്ത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, വ്യത്യസ്തമായിട്ടുള്ള മോണോമറുകൾ കമ്പൈൻ ചെയ്തിട്ട് ചെറിയ ചെറിയ തന്മാത്രകളൊക്കെ റിമൂവ് ചെയ്തിട്ട് എന്തായിട്ട് മാറും, അതൊരു വലിയൊരു കോമ്പൗണ്ട് ആയിട്ട് മാറും. അതിനെ പറയുന്ന പേരാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. ക്ലിയർ ആയല്ലോ. ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക കേട്ടോ. ഇതാണ് ദ പ്രോസസ് ഇൻ വിച്ച് ഡിഫറെന്റ് മോണോമേഴ്സ് കമ്പൈൻ ടുഗദർ ടു ഫോം ലാർജർ കോമ്പൗണ്ട്സ് അക്കംപൈൻഡ് ബൈ ദ റിമൂവൽ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ്. നമ്മളല്ലേ സിമ്പിൾ മോളിക്യൂൾസിനെ റിമൂവ് ചെയ്തിട്ട് ഒരു ലാർജർ കോമ്പൗണ്ട് ആയിട്ട് മാറുവാണ്. അത് ഡിഫറെന്റ് ആയിട്ടുള്ള മോണോമർ കമ്പൈൻ ചെയ്യും. അപ്പൊ എന്താണ്, സിമ്പിൾ മോളിക്യൂൾസ് ഒക്കെ അവിടെ റിമൂവ് ആവും, എന്നിട്ടൊരു ലാർജർ കോമ്പൗണ്ട് ആയിട്ട് മാറും. അതിനെ നമുക്ക് എന്ത് പറയാം, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയാം. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. ക്ലിയർ ആയല്ലോ. അപ്പോൾ അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലീൻ ഡൈയമീനും കൂടെ കമ്പൈൻ ചെയ്യും. അവിടെ ഉണ്ടാകുന്ന പോളിമർ ഏതാണ്, നൈലോൺ 66 ആണ്. ക്ലിയർ ആയല്ലോ. ദാറ്റ് ഈസ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. മനസ്സിലായല്ലോ. ഇതാ ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വഴി ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാ നോക്കിയേ, എന്തൊക്കെയുണ്ട്. നൈലോൺ 66 പറഞ്ഞതാണ് പോളിമർ. അവിടുത്തെ മോണോമർ ഏതൊക്കെയാണ്, അഡിപ്പിക് ആസിഡ്, ഹെക്സാമെഥിലീൻ ഡൈയമീൻ. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് നോക്കുക, മാനുഫാക്ചർ ഓഫ് ഫാബ്രിക്സ്. ഞാൻ പറഞ്ഞില്ലേ, വസ്ത്രങ്ങള്, കോമ്പ്, ചീപ്പ്, പിന്നെ ബ്രിസിൽസ് ഓഫ് ബ്രഷിന്റെ ഒക്കെ ബ്രിസിൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കുന്നുണ്ട്, നൈലോൺ 66. അതെന്താണ്, ഒരു പോളിമർ ആണ്. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വഴിയാണ് അത് ഉണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു പോളിമർ ആണ്, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വഴി ഉണ്ടാകുന്ന മറ്റൊരു പോളിമർ ആണ് ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസൈൻ എന്ന് പറയും, അല്ലെങ്കിൽ തന്നെ ബേക്കലൈറ്റ് എന്ന് പറയും കേട്ടോ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ബേക്കലൈറ്റ് എന്ന് പറയും. അതായത് ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസൈൻ എന്ന് പറയും. അവിടുത്തെ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കിയേ, ഫീനോൾ ഉണ്ട്. ഈ പോളിമറിനുള്ള സാധനം തന്നെയാണ് മോണോമറിലും വരുന്നത്. ഫീനോൾ ഉണ്ട്, ഫോർമാൽഡിഹൈഡും. മനസ്സിലായല്ലേ. ഫീനോളും ഫോർമാൽഡിഹൈഡും ആണ് അവിടുത്തെ മോണോമർ. അത് കമ്പൈൻ ചെയ്തിട്ട് ഫീനോൾ ഫോർമാൽഡിഹൈഡ് റിസൈൻ ഉണ്ടാവും, അതായത് ബേക്കലൈറ്റ് ഉണ്ടാകും. ക്ലിയർ ആയാലോ. അത് എന്തിനു വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, സ്വിച്ച്. നമുക്കറിയാം ഇലക്ട്രിസിറ്റിയിലൊക്കെ ഉപയോഗിക്കുന്ന സ്വിച്ച് ഉണ്ടല്ലോ, സ്വിച്ച്, പ്ലഗ്, ഹാൻഡിൽസ് ഓഫ് പ്രഷർ കുക്കറിന്റെ ഹാൻഡിൽ ഇല്ലേ, അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ്, ബേക്കലൈറ്റ് ആണ് കേട്ടോ. അതൊക്കെ ചോദിക്കാം കേട്ടോ. പ്രഷർ കുക്കറിന്റെ ഹാൻഡിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പോളിമർ ഏതാണ്, ബേക്കലൈറ്റ് ആണ്. ആ ബേക്കലൈറ്റിന്റെ എന്താണ് മോണോമർ ഏതൊക്കെയാണ്, ഫീനോളും ഫോർമാൽഡിഹൈഡും. മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു പോളിമർ ആണ് പോളിസ്റ്റർ. പോളിസ്റ്റർ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്. അത് ശരിക്കും എന്താണ്, പോളി എഥിലീൻ ടെറിത്താലൈറ്റ് എന്ന് പറയും കേട്ടോ. പോളി എഥിലീൻ ടെറിത്താലൈറ്റ് ആണ് നമ്മുടെ പോളിസ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിലെ മോണോമർ എന്തൊക്കെയാണ്, എഥിലീൻ ഗ്ലൈക്കോൾ കേട്ടോ. എഥിലീൻ ഗ്ലൈക്കോളും അതുപോലെ തന്നെ ടെർത്താലിക് ആസിഡും. എഥിലീൻ ഗ്ലൈക്കോളും ടെർത്താലിക് ആസിഡുമാണ് പോളിസ്റ്റർ അല്ലെങ്കിൽ പോളി എഥിലീൻ മോണോമേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. പോളിസ്റ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്കറിയാം. പോളിസ്റ്റർ ഉണ്ടല്ലേ, കുപ്പികള്, ഡ്രസ്സ്, പോളിസ്റ്റർ ഡ്രസ്സ് ഒക്കെ അല്ലേ. അതുപോലെ ടാർപോളിന് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പോളിസ്റ്റർ ഉപയോഗിക്കുന്നത്. ടാർപോളിൻ ബോട്ടിൽസ് അല്ലേ, ഫാബ്രിക്സ് ഇതൊക്കെ ഉണ്ടാക്കാൻ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, പോളിസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്.
മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നോക്കുക, നൈലോൺ 66, ബേക്കലൈറ്റ്, പോളിസ്റ്റർ, ഇതൊക്കെ ഏതാണ്? കണ്ടൻസേഷൻ, പോളിമറൈസേഷൻ വഴിയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അതിന്റെ യൂസസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കിയേ. വാട്ട് ആർ ദ മോണോമേഴ്സ് ഓഫ് നൈലോൺ 66? ഏതൊക്കെയാണ്? ഇതാണ് കേട്ടോ. മോണോമേഴ്സ് ഓഫ് നൈലോൺ 66 എന്ന് പറയുമ്പോൾ എന്താണ്? അഡിപ്പിക് ആസിഡ് അല്ലെ? അഡിപ്പിക് ആസിഡും അതുപോലെ തന്നെ ഹെക്സാമെഥിലീൻ കേട്ടോ, എഴുതാലോ. ഹെക്സാമെഥിലീൻ, ഡയമീൻ അല്ലെ? ഡയമീൻ ആണ് അവിടുത്തെ മോണോമേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ വാട്ട് പോളിമർ ഈസ് യൂസ്ഡ് വെൻ ഫീനോൾ ആൻഡ് ഫോർമാൽഡിഹൈഡ് അണ്ടർഗോ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ? ഫീനോളും ഫോർമാൽഡിഹൈഡും കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വിധേയമാകുമ്പോൾ ലഭിക്കുന്ന പോളിമർ ഏതാണ്? ബേക്കലൈറ്റ് ഇല്ലേ? ബേക്കലൈറ്റ് ആണ്. എന്ത് പറയാം? ബേക്കലൈറ്റ് എന്ന് പറയാം. മനസ്സിലായല്ലോ? ഇനി അടുത്ത, വാട്ട് ആർ ദ മോണോമേഴ്സ് ഓഫ് പോളിസ്റ്റർ? പോളിസ്റ്ററിന്റെ മോണോമേഴ്സ് ഏതാലോ? ഏതൊക്കെയാണ്? എഥിലീൻ ഗ്ലൈക്കോൾ കേട്ടോ, നിങ്ങൾ എഴുതുക കേട്ടോ. എഥിലീൻ ഗ്ലൈക്കോളും ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. എഥിലീൻ ഗ്ലൈക്കോളും ടെറിത്താലിക് ആസിഡും കേട്ടോ. ടെറിത്താലിക് കേട്ടോ, ടെറിത്താലിക് ആസിഡ് എഴുതിക്കോളോട് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, അത് നോക്കി എഴുതി വെച്ചാൽ മതി. അപ്പം ഇതാണ് പോളിമറൈസേഷൻ. ഓർക്കേണ്ട കാര്യം എന്താണ്? പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചെറിയ ചെറിയ തന്മാത്രകൾ കൂടിച്ചേർന്ന് വലിയൊരു കോമ്പൗണ്ട് ആവുന്നു. രണ്ട് തരത്തിലുണ്ട്. അഡീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരേ കോമ്പൗണ്ട് തന്നെ കമ്പൈൻ ചെയ്തിട്ട് വലിയൊരു കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. അതിൽ നമുക്ക് 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. പോളിയെഥിലീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, ടെഫ്ലോൺ, അതാണ് പ്രധാനം. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ പറഞ്ഞു, ഐസോപ്രേനും അതുപോലെ വിനൈൽ ക്ലോറൈഡും അല്ലെങ്കിൽ ഓർലോൺ കേട്ടോ, അതൊക്കെ നിങ്ങൾ അതും കൂടെ പഠിച്ചിരിക്കുക കേട്ടോ. പിന്നെ കണ്ടൻസേഷൻ പോളിമർ ആണ്, അത് ഡിഫറെന്റ് ആയിട്ടുള്ള മോണോമർ കമ്പൈൻ ചെയ്തിട്ട് ഇതാണ് ഒരു വലിയൊരു കോമ്പൗണ്ട് ഉണ്ടായിട്ട് മാറുവാണ് കണ്ടൻസേഷൻ പോളിമർ. പ്രധാനമായിട്ടും നൈലോൺ കേട്ടോ, നൈലോൺ 66, ബേക്കലൈറ്റ്, പോളിസ്റ്റർ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നോട്ടായിട്ട് എഴുതുക, പോയിന്റ് നോട്ടായിട്ട് എഴുതി പഠിക്കുക കേട്ടോ. തന്നെ നമുക്ക് അടുത്ത് പഠിക്കാനുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ്. അതായത് 4ാമത്തെ കെമിക്കൽ റിയാക്ഷൻ ആണ്. എന്തെന്ന് പറയാം? തെർമൽ ക്രാക്കിംഗ് എന്ന് പറയും. തെർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ താപീയ വിഘടനം എന്ന് പറയും കേട്ടോ. താപീയ വിഘടനം ആ പേരിൽ തന്നെയുണ്ട്. ക്രാക്കിംഗ് അല്ലെങ്കിൽ വിഘടനം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് തന്നെയല്ലേ? സ്പ്ലിറ്റ് ചെയ്തിട്ട് പുതിയ കോമ്പൗണ്ട് ആയിട്ട് പുതിയ 2 കോമ്പൗണ്ട് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഉണ്ടാകുന്ന കോമ്പൗണ്ടിനും ചില പ്രത്യേകതകളുണ്ട്. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതാ നോക്കിയേ. ഇതേതാണ്? CH3, CH2, CH3. ഇതാണ് നമ്മുടെ പ്രൊപ്പൈൻ ആണ് അല്ലെ? പ്രൊപ്പൈനെ നമ്മൾ ചൂടാക്കുവാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. താപീയ വിഘടനം നടക്കുമ്പോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ആണ്. എയറിന്റെ അസാന്നിധ്യത്തിൽ നമ്മൾ എന്താണ്? ഒരു കോമ്പൗണ്ടിനെ നമ്മൾ ചൂടാക്കുക, ഹീറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയേ. അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവിടെ എന്തായിട്ട് മാറി? ഇതെന്താണ്? CH4, മീഥേൻ അല്ലെ? CH4 എന്ന് വെച്ചാൽ എന്താണ്? മീഥേൻ. ഇവിടെ എന്തുണ്ടായി? മീഥേൻ ഉണ്ടായി. പിന്നെ എന്താണ്? അടുത്ത എന്താണ് ഇവിടെ ഉണ്ടായത്? CH2 ഡബിൾ ബോണ്ട് CH2, അതായത് ഈഥീൻ ആണ് ഇവിടെ ഉണ്ടായത്. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ്? ഒരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ് ഇത്. പ്രൊപ്പൈൻ എന്ന് വെച്ചാൽ ഒരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് അല്ലെ? ഒരു പൂരിത ഹൈഡ്രോകാർബൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതെന്ത് സംഭവിച്ചു? അതിനെ നമ്മൾ ചൂടാക്കിയത് ആബ്സെൻസ് ഓഫ് എയർ, അതായത് വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കിയപ്പോൾ നമുക്ക് 2 കോമ്പൗണ്ട് കിട്ടി. അവിടെ എന്താണ്? ഒന്ന് സാച്ചുറേറ്റഡ് ആണ് അല്ലെ? ഇതെന്താണ്? മീഥേൻ സാച്ചുറേറ്റഡ് ആണ്. ഇതെന്താണ്? ഈഥീൻ എന്ന് പറയുമ്പോൾ എന്താണ്? അൺസാച്ചുറേറ്റഡ് ആണ്. അപ്പം ഒരു സാച്ചുറേറ്റഡും അവിടെ കിട്ടും. ഇത് സാച്ചുറേറ്റഡ് ആണ്, ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അൺസാച്ചുറേറ്റഡ് ആണ്. ക്ലിയർ അല്ല? അപ്പൊ അതിന് നമുക്ക് എന്ത് പറയാം? തെർമൽ ക്രാക്കിംഗ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? അപ്പം തന്മാത്രാഭാരം കൂടുതൽ, ഇതിനെങ്ങനെയാണ്? തന്മാത്രാഭാരം കൂടുതലാണ്. അപ്പം തന്മാത്രാഭാരം കൂടുതലുള്ള ചില ഹൈഡ്രോ കാർബണുകൾ വായുവിന്റെ അസാന്നിധ്യത്തിൽ, വേർഡ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ എന്താണ്? അത് വിഘടിച്ചിട്ട് തന്മാത്രാഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറും. അവിടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഒന്ന് എന്തായിരിക്കും? അതായത് ഒന്ന് പൂരിത ഹൈഡ്രോ കാർബൺ ആയിരിക്കും, ഒന്ന് അപൂരിത ഹൈഡ്രോ കാർബൺ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് നോൺ ആസ് എ തെർമൽ ക്രാക്കിംഗ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ. വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ്? ഏതൊക്കെയാണ് കിട്ടിയത്? CH4 മീഥേനും അതുപോലെ എന്താണ്? CH2 ഡബിൾ ബോണ്ട് CH2, അതായത് മീഥേനും ഈഥീനും അല്ലെ? മീഥേനും ഓർക്കോട്ടെ, മീഥേൻ ആണ് കേട്ടോ. മീഥേൻ CH4 മീഥേൻ ആണ്. ഇതെന്താണ്? ഈഥീൻ. മീഥേനും ഈഥീനുമാണ് അവിടെ ഉണ്ടായത്. ഇനി വിച്ച് ഈസ് ദ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഫോംഡ്? ഇവിടെ ഫോം ചെയ്ത അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഏതാണ്?
അപൂരിത സംയുക്തം ഏതാണ്? അപൂരിത സംയുക്തം ഏതാണ്? ഇതല്ലേ, ഈഥീൻ ആണ് അല്ലെ. ഈഥീൻ ആണ് ഇവിടെ ഉണ്ടായ അപൂരിത സംയുക്തം. അപ്പോൾ ഒരു അപൂരിത സംയുക്തം ഉണ്ടായി, അതുപോലെ തന്നെ ഒരു പൂരിത സംയുക്തവും അവിടെ ഉണ്ടായി. മനസ്സിലായല്ലോ? അപ്പൊ ദാറ്റ് ഈസ് നോൺ ആസ് എ തെർമൽ ക്രാക്കിംഗ്. ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാമേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വെൻ ഹീറ്റഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ, കേട്ടോ, അത് ഓർത്തണം കേട്ടോ. ആബ്സെൻസ് ഓഫ് എയർ, some hydrocarbons with higher molecular weight decompose into hydrocarbons with lower molecular weight. This process is known as thermal cracking. ക്ലിയർ ആയല്ലോ? തന്മാത്രാഭാരം കൂടുതലുള്ള ചില ഹൈഡ്രോ കാർബണുകൾ വായുവിന്റെ അസാന്നിധ്യത്തിൽ എന്താണ് ചൂടാക്കുക. ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? വിഘടിച്ച് തന്മാത്രാഭാരം കുറഞ്ഞ കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബണുകളായിട്ട് മാറുന്നു. അതിന് എന്ത് പറയാം? താപീയ വിഘടനം എന്ന് പറയാം. മനസ്സിലായല്ലോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഓർക്കേണ്ട പോയിന്റുകൾ എന്താ? ആബ്സെൻസ് ഓഫ് എയർ ആണ് കേട്ടോ. ആബ്സെൻസ് ഓഫ് എയറിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ഇത് ബ്യൂട്ടൈൻ ആണ് അല്ലെ. CH3 CH2 CH2 CH3 എന്ന് പറയുമ്പോൾ ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈൻ അവിടെ എന്താ ആബ്സെൻസ് ഓഫ് എയർ നമ്മളവിടെ ഹീറ്റ് കൊടുത്തു, എന്ത് സംഭവിച്ചു? അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? തന്മാത്രാഭാരം കൊടുക്കുന്നത്. ഇവിടെ എന്തായിട്ട് മാറി? ഇവിടെ CH3 സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH2 ആണ്. ഇത് ഏതാണ്? പ്രൊപ്പീൻ ആയിട്ട് മാറി അല്ലെ. പ്രൊപ്പീൻ ആയിട്ട് മാറി. പിന്നെ എന്ത് വരും ഇവിടെ? മീഥേനും കൂടെ വരും. ശരിയല്ല? ബ്യൂട്ടൈൻ അല്ല. അപ്പം എല്ലാ കാർബണും ഹൈഡ്രജനും എല്ലാം ഓക്കെ, മീഥേനുമായിട്ട് മാറി. അതായത് ഇവിടെ എന്തെന്ന് വന്നു? അൺസാച്ചുറേറ്റഡ് വന്നു, സാച്ചുറേറ്റഡ് വന്നു. ഇതെത്താണ്? ഇത് എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റം ഉണ്ട്. അതായത് പെന്റൈൻ ആണ് അല്ലെ. പെന്റൈൻ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവിടെ എന്ത് വന്നു? CH2 എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് CH എന്ന് പറയുമ്പോൾ ഈഥീൻ ഇല്ലേ. ഇവിടെ ഈഥീൻ വന്നു. ഇവിടെ നോക്കോട്ടെ എന്തൊക്കെയാണ് വരുന്നത്. ഈ ഒരു സെക്ഷനിൽ, ഈ ലാസ്റ്റത്തെ ഈ സെക്ഷനിലെ ഈ ഹൈഡ്രജൻ ഇവിടെ എന്തായിട്ട് മാറി? ഡബിൾ ബോണ്ട് ആയിട്ട് മാറി. അത് CH2 ആയിട്ട് വന്നു. ദെൻ ഇവിടെ എന്ത് വരും? ഇവിടെ ഓൾറെഡി ഉണ്ട്, CH3 ഉണ്ട്, ദെൻ CH2 ഉണ്ട്. ദെൻ പിന്നെ എന്തായിട്ട് മാറി? ഇവിടുന്ന് എന്തായിട്ട് മാറും? ഒരു ഹൈഡ്രജൻ കൂടെ ഇങ്ങോട്ട് വരും. അപ്പൊ എന്തായിട്ട് മാറി? ഇത് പ്രൊപ്പൈൻ അല്ലെ. ഇതിവിടെ പ്രൊപ്പൈൻ വന്നു, പ്രൊപ്പൈനും ഈഥീനും വന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ്? ഒരു ലാർജ് കോമ്പൗണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള 2 കോമ്പൗണ്ട് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. തെർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ താപീയ വിഘടനം. ക്ലിയർ ആയല്ലോ? എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് താഴെ എഴുതിയിരിക്കുന്നത്. When hydrocarbons containing more carbon atoms are subjected to thermal cracking, the carbon chain is likely to break up in several ways. പല തരത്തിൽ ബ്രേക്കപ്പ് ചെയ്യാം. The product obtained as a result of thermal cracking depend on the temperature, pressure and nature of the hydrocarbons undergoing cracking. അതായത് നമ്മുടെ താപീയ വിഘടനത്തിന്റെ ഭാഗമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ, പ്രൊഡക്റ്റുകൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ഉണ്ടാവുന്ന പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ടെമ്പറേച്ചർ, പ്രഷർ, അതുപോലെ ഏതാണ് അവിടെ താപീയ വിഘടനം അല്ലെങ്കിൽ തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാകുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും അവിടുത്തെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ടെമ്പറേച്ചർ ഇമ്പോർട്ടന്റ് ആണ്, പ്രഷർ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഏത് പ്രൊഡക്റ്റിനെയാണ് നമ്മൾ തെർമൽ ക്രാക്കിംഗ് കൊടുക്കുന്നത്, താപീയ വിഘടനത്തിന് കൊടുക്കുന്നത്, അതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്നും പറയുന്നത്. ക്ലിയർ ആയല്ലോ? When saturated hydrocarbons undergo thermal cracking, the products include saturated and unsaturated hydrocarbon. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ് തെർമൽ ക്രാക്കിങ്ങിൽ വിധേയമാവുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എന്തൊക്കെയായിരിക്കും? സാച്ചുറേറ്റഡ് ആയിട്ടുണ്ടാവും, അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ ആയിരിക്കും ഉണ്ടാവുന്നത്. ക്ലിയർ ആയല്ലോ? ഇപ്പം നമുക്കറിയാം ഈ പ്ലാസ്റ്റിക്കിലൊക്കെ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റുകളൊക്കെ, പ്ലാസ്റ്റിക് വേസ്റ്റിനൊക്കെ നമ്മൾ ഈ തെർമൽ ക്രാക്കിംഗ് വഴിയായിട്ടാണ് ചെറിയ തന്മാത്രകളാക്കി മാറ്റാൻ സാധിക്കും. വലിയ വലിയ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ഇല്ലേ, ആ പ്ലാസ്റ്റിക് വേസ്റ്റിന് ഇതുപോലെ തന്നെ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തൊരു വായുവിന്റെ അസാന്നിധ്യത്തിൽ നമ്മൾ തെർമൽ ക്രാക്കിംഗ് നടക്കും. എന്നിട്ട് ചെറിയ ചെറിയ ലൈറ്റർ മോളിക്യൂൾസ് ഒക്കെ ആക്കി മാറ്റുവാണ് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ ഓർത്തിരിക്കട്ടെ. സർട്ടൻ പ്ലാസ്റ്റിക് വേസ്റ്റ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു ലൈറ്റർ മോളിക്യൂൾസ് ബൈ തെർമൽ ക്രാക്കിംഗ്. ദിസ് ഹെൽപ്സ് ടു കൺട്രോൾ പൊല്യൂഷൻ ടു സം എക്സ്റ്റെന്റ്. കുറച്ച് ഒരുപാട് മാലിന്യങ്ങളൊക്കെ വരുമല്ലേ, അപ്പൊ അത് കുറച്ചൊക്കെ നമുക്ക് ആ മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ഈ തെർമൽ ക്രാക്കിംഗ് വഴിയൊക്കെ സാധിക്കും. സ്പ്ലിറ്റ് ചെയ്യാന്ന് ഓർത്തിച്ചാൽ മതി. സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്മാത്രാഭാരം കുറഞ്ഞതാക്കി മാറ്റുക. അവിടെ സാച്ചുറേറ്റഡും കാണും, അൺസാച്ചുറേറ്റഡ് കാണും. ദാറ്റ് ഈസ് എ തെർമൽ ക്രാക്കിംഗ്. മനസ്സിലായല്ലോ? അപ്പൊ ഡെഫിനിഷനും കാര്യങ്ങളും പഠിക്കുക, എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി തന്നെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ദെൻ അടുത്തൊരു കെമിക്കൽ റിയാക്ഷൻ കൂടെ നമുക്കിവിടെ പഠിക്കാറുണ്ട്. അതായത് 5ാമത്തെ കെമിക്കൽ റിയാക്ഷൻ ആണ് കമ്പഷൻ ഓഫ് ഹൈഡ്രോകാർബൺ. ഹൈഡ്രോകാർബണുകളുടെ ജ്വലനം. കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്വലനം അല്ലെ. ഹൈഡ്രോകാർബണുകളുടെ ജ്വലനത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ക്രാക്കിംഗ് പഠിച്ചു, തെർമൽ ക്രാക്കിംഗ്, താപീയ വിഘടനം പഠിച്ചു. അവിടുത്തെ മെയിൻ പോയിന്റ് എന്തായിരുന്നു?
ദ ആബ്സെൻസ് ഓഫ് എയർ ആയിരുന്നു. ഇവിടെ വരുമ്പോ ജ്വലനം നടക്കണമെങ്കിൽ എന്ത് വേണം? എയറിന്റെ പ്രസൻസ് വേണം, ഇല്ല? അത് ഓർത്തോണം കേട്ടോ. എയറിന്റെ പ്രസൻസ്, കമ്പസ്റ്റൻ നടക്കണമെന്നുണ്ടെങ്കിൽ എയറിന്റെ പ്രസൻസ്, ക്രാക്കിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ, വിഘടനം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ആബ്സെൻസ് ഓഫ് എയർ ആണ്. അതാണ് ഓർക്കേണ്ട മെയിൻ പോയിന്റുകൾ കേട്ടോ. ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കാം എന്താണെന്നുള്ള കേട്ടോ. നോക്കാമേ. ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ബേണിംഗ് ഓഫ് മീഥേൻ ഇൻ എയർ കേട്ടോ. മീഥേൻ ആണ് എയർ, അതായത് ഓക്സിജന്റെ പ്രസൻസിൽ ബേൺ ചെയ്തു. അപ്പൊ എന്താണ് ഇവിടെ ഉണ്ടായത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി, ജലം ഉണ്ടായി, ഹീറ്റ്, ഇല്ലേ? മേ ബി ലൈറ്റും കേട്ടോ. ലൈറ്റും ഹീറ്റ് ഉണ്ടാകുമ്പോൾ ഓൾറെഡി ലൈറ്റും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും ഒരു കോമ്പൗണ്ട് അത് എയറിൽ അല്ലെങ്കിൽ എന്താണ് എയറിന്റെ പ്രസൻസിൽ ബേൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്, ജലവും ഉണ്ടാകുന്നുണ്ട്, ചൂടും അതുപോലെ തന്നെ ഹീറ്റും അവിടെ ഉണ്ടാകുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഒബ്റ്റൈൻഡ് ഇൻ ദിസ് പ്രോസസ്? ഈ പ്രോസസ്സിൽ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? മീഥേൻ അല്ലേ? മീഥേൻ കത്തിക്കുവാണ്. കത്തിക്കുമ്പോൾ ഇവിടെ എന്തൊക്കെ കിട്ടി? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി, പിന്നെന്താണ്? ജലം കിട്ടി, അതുപോലെ തന്നെ ഹീറ്റ്, ഇല്ല? അതിന്റെ കൂടെ ലൈറ്റ് കൊണ്ട് കേട്ടോ, അത് ഓർത്തിരിക്കാം. ഹീറ്റ് ആൻഡ് ലൈറ്റ് ആർ ഓൾസോ പ്രൊഡ്യൂസ് അലോങ് വിത്ത് ദിസ് പ്രോസസ്. ഹീറ്റും അതുപോലെ തന്നെ ലൈറ്റും ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത്, വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഒബ്റ്റൈൻഡ് വെൻ ബ്യൂട്ടൈൻ ബേൺസ് ഇൻ എയർ? ബ്യൂട്ടൈൻ കണ്ടോ, C4H10 ആണ് ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ എന്താണ്? ബേൺ ചെയ്യുവാണ്, അല്ലെ? എയറിൽ വായുവിൽ കത്തുവാണ്. വായുവിൽ കത്തുമ്പോൾ എന്തൊക്കെ കിട്ടുന്നുണ്ട്? നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെ ഉണ്ടാവും? ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും, വാട്ടറും ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? ഇക്വേഷൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യണം. കാർബൺ ഇവിടെ എത്രയാണ്? 4 × 8, ഇല്ല 8 ഇവിടെ ഉള്ളത്. ഇവിടെ എന്ന് പറയുന്നത് കാർബൺ 1 ഇപ്പൊ ഇവിടെ 8 വരും, അല്ലെ? 8 വരും. CO2 ഹൈഡ്രജൻ ഇവിടെ എത്രയുണ്ട്? ഹൈഡ്രജൻ 20 ഉണ്ട്, അല്ലെ? ഹൈഡ്രജൻ 20 ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര വരും? ഇവിടെ 10 വരും, 10H2. ഓക്സിജൻ ഒക്കെ അല്ലേ? ഓക്സിജൻ 16, 10 26 വരും. 13 2 പറയുമ്പോൾ 26. ഓക്കെ ആണല്ലോ? അപ്പം ബ്യൂട്ടൈൻ എന്താണ്? വായുവിന്റെ സാന്നിധ്യത്തിൽ, വായുവിൽ കത്തുമ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. അപ്പൊ ജ്വലിക്കുമ്പോൾ, അതായത് ജ്വലനം നടക്കുമ്പോൾ, അതായത് വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ എന്താണ്? വാട്ടർ ഉണ്ടാകുന്നുണ്ട്, പിന്നെ ലൈറ്റും ഉണ്ട്, ഹീറ്റും. അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്? ലൈറ്റും ഹീറ്റും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് പറയാം? കമ്പസ്റ്റൻ ഓഫ് ഹൈഡ്രോ കാർബൺ എന്ന് പറയാം. ഹൈഡ്രോ കാർബണുകളുടെ ജ്വലനം എന്ന് പറയാം കേട്ടോ. അപ്പം എല്ലാ ഹൈഡ്രോ കാർബണും കത്തുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും എന്താണ്? വാട്ടറും അതുപോലെ ഹീറ്റും ലൈറ്റും ആണ് ഉണ്ടാകുന്നത്. അപ്പൊ നോക്കിയേ, when hydrocarbons burn, they combine with the oxygen in air to form carbon dioxide and water H2O along with the heat and light. This process called combustion. അപ്പൊ അല്ലേ, ഹൈഡ്രോകാർബൺ വായുവിൽ കത്തുമ്പോൾ എന്തൊക്കെയാണ്? ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാകുന്നുണ്ട്, അതിന്റെ കൂടെ ഹീറ്റും ലൈറ്റും ഉണ്ടാകുന്നുണ്ട്. ദാറ്റ് പ്രോസസ് ആണ് കമ്പസ്റ്റൻ അല്ലെങ്കിൽ ജ്വലനം. മനസ്സിലായല്ലോ? അവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ടൈപ്പ് ഓഫ് ഈച്ച് കെമിക്കൽ റിയാക്ഷൻ. നമ്മൾ 5 പഠിച്ചില്ലേ? ഓരോന്നിന്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാലോ. നോക്കിയേ, CH ട്രിപ്പിൾ ബോണ്ട് CH+ 2H2 ദ പ്രസൻസ് ഓഫ് നിക്കൽ, അല്ലേ? നമ്മൾ പഠിച്ചാണ്, ആദ്യമേ പഠിച്ചാണ്. നിക്കലിന്റെ പ്രസൻസിൽ എന്താണ് ഇവിടെ ഉണ്ടാകുന്നത്? ഏത് കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും? അഡീഷൻ, അല്ലെ? അഡീഷൻ ആയിരിക്കുമല്ലോ. അഡീഷൻ റിയാക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്താണ് ഉണ്ടാകുന്നത്? നമ്മൾ പഠിച്ചതാണ്. ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ CH3, ഇല്ലേ? CH2 ഇവിടെ മാറിയിട്ട് CH3 ആവും. സിംഗിൾ ബോണ്ട് CH. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? നമ്മൾ ആദ്യമേ പഠിച്ചാണ്, ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി അടുത്ത് നോക്കിയാൽ CH2 Cl + Cl2 ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആണ്. ക്ലോറിൻ ആണ്, അല്ലേ? ക്ലോറിൻ ആകുമ്പോൾ അവിടെ എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. കാണുമ്പോൾ ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശമാണ് അവിടെ നടക്കുന്നത്, ആദേശ രാസപ്രവർത്തനം. അപ്പൊ ഇവിടെ എന്താണ് ഉണ്ടാകുന്നത്? ഇവിടെ ഒരു ഹൈഡ്രജൻ അങ്ങോട്ട് പോകുമല്ലോ. അപ്പൊ എന്തോരും? CH ആവും. Cl3, ഇല്ലേ? Cl3 ഇങ്ങോട്ട് വരും. CH Cl3, പിന്നെ ഒരു ക്ലോറിൻ ഇങ്ങോട്ട് പോകും. ഇതാണ് ഇവിടെ ഉണ്ടാകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇനി നോക്കിയേ, N CH2 ഡബിൾ ബോണ്ട് CH2 നമ്മൾ കണ്ടല്ലോ. എന്താണ് ഇവിടെ? പോളിമറൈസേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്, അല്ലെ? പോളിമറൈസേഷൻ ആണ്. പോളിമറൈസേഷൻ നമുക്ക് എഴുതാം. പോളിമറൈസേഷൻ എന്നറിയാം. ഏത്? അഡീഷൻ പോളിമർ ആണ്, അല്ലെ? ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഇക്വേഷൻ എഴുതാമല്ലോ. നമ്മൾ കണ്ടായിരുന്നു മുമ്പേ, അല്ലെ? അതായത് CH2 ഡബിൾ ബോണ്ട് മാറിയിട്ട് സിംഗിൾ ബോണ്ട് ആവും. ദെൻ രണ്ട് സൈഡിലും ബോണ്ട് കൊടുക്കുക, സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക, N.
അപ്പം പോളിമറൈസേഷൻ ആണ്. ഇനി അടുത്തത് നോക്കിയേ, മീതേൻ അല്ലെ, മീതേൻ ആണ്. മീതേൻ എന്താണ് ഇവിടെ ഉണ്ടാകുന്നത്? എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. എന്താണ്? കമ്പസ്റ്റൻ ആണ് അല്ലെ, കമ്പസ്റ്റൻ ആണ് നമ്മളിവിടെ സംഭവിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ എന്താണ്? വാട്ടറും ആണ്. അപ്പൊ ഇവിടെ എന്താണ്? മീതേൻ ഓക്സിജൻ അല്ലെ, റിയാക്റ്റീവ് ഓക്സിജൻ ആയിട്ട് റിയാക്റ്റീവ്, അത് എയറിൽ കത്തുവാണ് ചെയ്യുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇവിടെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇതാ ഇവിടെ ഒരു 2 വരും, ഇവിടെ ഒരു 2 വരും. ക്ലിയർ ആയാലോ? ഇനി അടുത്ത് നോക്കിയേ, ഇവിടെ നോക്കിയേ, ഹൈഡ്രജൻ ആണ്. ഇവിടെ എന്താണ്? CH3 ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത് സംഭവിച്ചു, സിംഗിൾ ബോണ്ട് ആയിട്ട് മാറി. ഇവിടെ ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഏതാണ് ഇവിടുത്തെ? അഡീഷൻ ആണല്ലോ ഇല്ല, നമ്മൾ ആദ്യമേ പഠിച്ച അഡീഷൻ റിയാക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ വരുന്നത്? ഇവിടെ CH3 സിംഗിൾ ബോണ്ട് CH3 അല്ലേ, അപ്പം CH2 ഡബിൾ ബോണ്ട് CH2 ആയിരിക്കും ഇവിടെ വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ 5 രാസപ്രവർത്തനം ക്ലിയർ ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. അപ്പം അഡീഷൻ റിയാക്ഷൻ പഠിച്ചു, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പഠിച്ചു, പോളിമറൈസേഷൻ പഠിച്ചു, കമ്പസ്റ്റൻ, അതുപോലെ തന്നെ തെർമൽ ക്രാക്കിംഗ് നമ്മൾ പഠിച്ചു. എക്സാമ്പിൾസും ക്ലിയർ ആക്കി മനസ്സിലാക്കട്ടെ. അഡീഷൻ ആകുമ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ആഡ് ചെയ്യുക അല്ലെ, പുതിയൊരു കോമ്പൗണ്ട് അതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ഓർത്തോണം, നിക്കലിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യമേ നല്ല അഡീഷൻ ആണ്. അഡീഷൻ മനസ്സിലായല്ലോ? എന്താണ് സംഭവിക്കുന്നത്? നിക്കലിന്റെ പ്രസൻസ് ഉണ്ടാവും, അതായത് ഉൾപ്രേരകത്തിന്റെ പ്രസൻസ് ഉണ്ടാവും. അപ്പൊ എന്താണ്? ഡബിൾ ബോണ്ട് ഉള്ളത് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. പിന്നെ ആദേശ രാസപ്രവർത്തനം എന്താണ്? ആദേശം ഡിസ്പ്ലേസ് ചെയ്യും, അവിടെ ഒന്നിന് പകരം മറ്റൊന്ന് കയറിയിരിക്കുന്നു. പോളിമറൈസേഷൻ നമ്മൾ കണ്ടു, കമ്പൈൻ ചെയ്യുവാണ്. കമ്പസ്റ്റൻ എന്താണ്? അവിടെ കമ്പസ്റ്റന്റെ ഫലമായിട്ടുള്ള ബൈ പ്രൊഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണെന്ന് കണ്ടു. പിന്നെ തെർമൽ ക്രാക്കിംഗ്. തെർമൽ ക്രാക്കിംഗ് എന്താണ് നമ്മൾ പഠിച്ചത്? കൃത്യമായിട്ട് അവിടെ സ്പ്ലിറ്റ് ചെയ്യുക, വലിയൊരു കോമ്പൗണ്ട് സ്പ്ലിറ്റ് ചെയ്യുക, ക്രാക്ക് ചെയ്ത് പോവാന്നാണ് ഉദ്ദേശിച്ചത്. അവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്താ? ആബ്സെൻസ് ഓഫ് എയർ ആണ്. കമ്പസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് എയറും ആണ്. അപ്പം ഇതാണ് 5 പ്രധാനപ്പെട്ട കെമിക്കൽ റിയാക്ഷൻസ്. നിങ്ങൾ ഓരോന്നും ഹെഡിങ് എഴുതുക, അതിന്റെ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക, പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക, എക്സാമ്പിൾസും ഒക്കെ എഴുതുക കേട്ടോ. കൃത്യമായിട്ട് എഴുതി വൃത്തിയായിട്ട് തന്നെ പഠിക്കണം. ആദ്യത്തെ ചാപ്റ്ററും ഈ ഒരു ചാപ്റ്ററും കണക്റ്റഡ് ആയിട്ട് തന്നെ പോകുന്നതാണ്. അപ്പം 2 ചാപ്റ്ററും കൃത്യമായിട്ട് നിങ്ങൾ എഴുതി തന്നെ വായിച്ച് പഠിക്കാൻ ശ്രമിക്കല്, എഴുതി തന്നെ പഠിക്കുക കേട്ടോ. അപ്പം കെമിക്കൽ റിയാക്ഷന്റെ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കുക. നിങ്ങൾക്ക് സംശയം വരുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് മുന്നത്തെ കാര്യങ്ങൾ അറിയില്ലാത്തതുകൊണ്ടാണ് സംശയം വരുന്നത്. അപ്പൊ അങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ മുന്നത്തെ കാര്യങ്ങൾ ക്ലിയർ ആക്കിയിട്ട് മാത്രം നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുക കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ടെലിഗ്രാം ചാനൽ ഉണ്ട് അതിലും ജോയിൻ ചെയ്യുക കേട്ടോ. നോട്ട്സുകളൊക്കെ ഇനി അതിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നു കേട്ടോ. നോട്ട്സുകളൊക്കെ കിട്ടുന്ന ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ട്സുകളെല്ലാം ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിലൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.